രാവണപ്രഭുവിന്റെ ജൈത്രയാത്ര തിയേറ്ററിൽ തുടരുകയാണ്. റീ റിലീസ് സിനിമകൾ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ് മോഹൻലാൽ ചിത്രം. ഇപ്പോഴിതാ രാവണപ്രഭു പ്രദർശനം നടത്തുന്ന കോഴിക്കോട് അപ്സര തിയേറ്ററിൽ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി നിറഞ്ഞു നിൽക്കുന്നത്. രാവണപ്രഭുവിന്റെ ഇന്റർവെൽ സമയത്ത് രാ മമ്മൂട്ടി പുതിയ ചിത്രമായ കളങ്കാവന്റെ ടീസർ കാണിച്ചു. മമ്മൂട്ടി സ്ക്രീനിൽ കാണിച്ചപ്പോൾ വലിയ ആരവവും കയ്യടിയുമാണ് ഉണ്ടായത്. ഇതാണ് ഞങ്ങൾ മലയാളികൾ. ഞങ്ങൾക്ക് ഇക്കയും ലാലേട്ടനും ഒരുപോലെ. ലാലേട്ടന്റെ സ്വന്തം ഇക്കാച്ച വേഗം തിരിച്ചുവരട്ടെ എന്നിങ്ങനെ നീളുന്നു നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത്. കോഴിക്കോട് അപ്സര തിയേറ്ററിൽ ഒരുപാട് വീഡിയോകൾ സിനിമാ പ്രവർത്തകരും പങ്കുവച്ചിട്ടുണ്ട്. മലയാള സിനിമയെ കൊണ്ടുപോകുന്ന ഈ രണ്ടുപേരെയും പ്രേക്ഷകർ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഈ വീഡിയോ എന്ന് ചിലർ കുറിക്കുന്നു. അതേസമയം രാവണപ്രഭുവിനെ ആഘോഷിക്കുന്ന ആരാധകരുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാണ്. റിലീസ് ചെയ്ത് 2 ദിവസം പൂർത്തിയാക്കുമ്പോൾ സിനിമയുടെ കളക്ഷൻ കണക്കുകൾ പുറത്തുവരുന്നു. 1.45 കോടിയാണ് ചിത്രം ഇതുവരെ നേടിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റിലീസ് ചെയ്ത ആദ്യ ദിവസം 70 ലക്ഷമായിരുന്നു സിനിമയുടെ കളക്ഷൻ എന്നായിരുന്നു റിപ്പോർട്ട്. രണ്ടാം ദിവസം 72 ലക്ഷത്തിലധികം രൂപ നേടിയെന്ന് സൂചന. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് 1.42 കോടിയാണ്. ഇന്നലത്തെ കളക്ഷനോട് സിനിമ 2 കോടി കടക്കുമെന്നാണ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ. വരും ദിവസങ്ങളിൽ സിനിമയുടെ കളക്ഷൻ ഉയരാൻ തന്നെയാണ് സാധ്യത.